കഴിഞ്ഞ എപ്പിസോഡിൽ പള്ളി ചിഹ്നശാസ്ത്രത്തിൻ്റെ ആദ്യ ഭാഗമാണ് നാം കണ്ടത്. ഇപ്പോൾ 3 പടികൾ ചവിട്ടി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ സ്ഥാനം മുഴുവനും അതിവിശുദ്ധ സ്ഥലമെന്ന് അറിയപ്പെടുന്നു. ഇതിന് പൊതുവെ മദ്ബഹ എന്നാണ് പറയുന്നത്. മദ്ബഹ എന്ന വാക്ക് മദ്ബ എന്ന സുറിയാനി വാക്കിൽ നിന്ന് ഉളവായതാണ്, അല്ലെങ്കിൽ എബ്രായ വാക്കിൽ നിന്ന് ഉളവായതാണ്. മദ്ബ എന്നാൽ യാഗവസ്തുവിനെ വെട്ടുന്നതായ സ്ഥലം എന്നാണ് അതിൻ്റെ മൂല അർത്ഥം. കർത്താവായ യേശുക്രിസ്തു എന്ന കുഞ്ഞാട് കാൽവറി ക്രൂശിൽ അറക്കപ്പെട്ടു. അതിൻ്റെ സ്മരണയ്ക്കായി സഭ അനുഷ്ഠിക്കുന്നതായ വിശുദ്ധി ആരാധനയാണ് കുർബാന ശുശ്രൂഷ. അപ്രകാരം പഴയ നിയമവുമായി ഇന്നത്തെ ഈ കർമ്മത്തിന് ഒരു ബന്ധമുണ്ട്. മദ്ബഹായുടെ പ്രാഗ്രൂപം പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. 1, മദ്ബഹ ദൈവത്തിൻ്റെ മർമ്മത്തിൻ്റെ കേന്ദ്രമാണ്, അല്ലെങ്കിൽ ദൈവിക മർമ്മത്തിൻ്റെ കേന്ദ്രമാണ്. 2, ദൈവത്തിൻ്റെ തേജസ് ഷെക്കൈന ഇറങ്ങുന്ന സ്ഥലമാണ് മദ്ബഹ. 3, ഇത് സ്വർഗത്തിൻ്റെ വാതിലാണ്. ഉൽപ്പത്തി 28:17. ആട്ടിടയനായ മോശ പറഞ്ഞു, ഈ സ്ഥലം അതിഭയങ്കരം. പുറപ്പാട് പുസ്തകം 3:17. ഇപ്രകാരം ആട്ടിടയനും ആടുകളും ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലം അൾത്താരയായി. പുതിയ നിയമത്തിൽ ഗോൽഗോഥ ആണ് നമ്മെ സംബന്ധിച്ച് മദ്ബഹ. എബ്രായർ 10:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ തിരശ്ശീലയ്ക്ക് അപ്പുറത്തുള്ളതായ സ്ഥലം വിശുദ്ധിയുടെ സ്ഥലമാണ്, അതാണ് മദ്ബഹ. വെളിപാട് പുസ്തകം 2:7 അടിസ്ഥാനത്തിൽ പറയാം, മദ്ബഹ വരുവാനുള്ള പറുദീസായുടെ നിഴൽ എന്ന്. മദ്ബഹ ഏറ്റവും വിശുദ്ധ സ്ഥാനമാകയാൽ ഈ സ്ഥാനം പ്രാർത്ഥനയ്ക്കും കൂദാശ അനുഷ്ഠാനത്തിനും മാത്രമുള്ളതായ സ്ഥാനമായി സഭ വേർതിരിച്ചിരിക്കുകയാണ്. അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ഏറ്റവും അതിപ്രധാനമായ ഭാഗമാണ് ഈ ഭാഗം മുഴുവനും. ഇതിനെ ത്രോണോസ് എന്ന് പറയുന്നു. ത്രോണോസ് എന്നാൽ സിംഹാസനം എന്ന് അർത്ഥം. ഇതിന് പ്രധാനമായി 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമതായി ഈ പടി, 2 കർത്താവിൻ്റെ ഖബറിനെ സൂചിപ്പിക്കുന്നതായ ഈ സ്ഥാനം, 3 കർത്താവിൻ്റെ മഹത്തരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തുള്ള ഇരിപ്പിനെയും സൂചിപ്പിക്കുന്നതായ ഈ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ത്രോണോസിൻ്റെ ഉയർന്ന ഭാഗം. അപ്രകാരം 3 ഭാഗങ്ങളാണ് ത്രോണോസിന് ഉള്ളത്. ഈ പടിക്ക് നീളം 6 അടി, വീതി 16 ഇഞ്ച്, ഉയരം 3.5 ഇഞ്ച്. ഈ ഭാഗം അവിടം വരെ കർത്താവിൻ്റെ ഖബറിനെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ നീളം 6 അടി, ഇതിൻ്റെ വീതി 3.5 to 4 അടി, ഇതിൻ്റെ ഉയരം 4 അടി. ഉയരം 4 അടി, വീതി 3.5 to 4 അടി, ഇതിൻ്റെ നീളം 6 അടി. വിശുദ്ധ ത്രോണോസിൻ്റെ ഉയർന്ന ഭാഗത്തിന് വേറൊരു പ്രാധാന്യമുണ്ട്. ഈ ഭാഗം കർത്താവിൻ്റെ ഖബറടക്കത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ ഈ ഭാഗം കർത്താവിൻ്റെ മഹത്തരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തുള്ള ഇരിപ്പിനെയും സൂചിപ്പിക്കുന്നു. കൂടാതെ ഇത്
തൃത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ ഈ ഭാഗത്തിന് 3 ലെവൽ അല്ലെങ്കിൽ 3 തട്ടുകളുണ്ട്. 1, 2, 3 ഇപ്രകാരം 3 തട്ടുകളുണ്ട്. കൂടാതെ നോക്കാമെങ്കിൽ ഈ ത്രോണോസ് ഉയർന്നു നിൽക്കുന്നതായ ഭാഗത്തിന് തന്നെ 3 ഭാഗങ്ങളുണ്ട്. 1, 2, 3. ഇതിൻ്റെ മുകളിലാണ് കുരിശുകൾ സ്ഥാപിക്കുന്നത്. പള്ളികൾ കൂദാശ ചെയ്യുന്നതായ അവസരത്തിൽ മെത്രാപ്പൊലിത്തായോ എപ്പിസ്കോപ്പായോ കൂദാശ ചെയ്ത് ഒരു പള്ളിയിൽ ആദ്യം വയ്ക്കുന്നതായ വസ്തു ബ്ലെസ് ചെയ്ത് അനുഗ്രഹിച്ച് വയ്ക്കുന്നത് ഈ കുരിശാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിനെ സൂചിപ്പിക്കുന്നു. ഈ സ്ഥാനത്താണ് 12 മെഴുകുതിരികൾ വയ്ക്കുന്നത്. ചില പള്ളികളിൽ മെഴുകുതിരിക്ക് പകരം ലൈറ്റ് ആയിരിക്കാം. ഏതായാലും 12 മെഴുകുതിരികൾ വയ്ക്കുന്നത് 12 അപ്പോസ്തലന്മാരെ, സ്ലീഹന്മാരെ സൂചിപ്പിക്കുന്നതായ സ്ഥാനമാണ്. അതിനാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയും ക്രൂശുമരണത്തെയും മഹത്തരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തുള്ള ഇരിപ്പിനെയും സൂചിപ്പിക്കുന്ന സ്ഥാനമെന്ന നിലയിൽ ഒരു പള്ളിയെ സംബന്ധിച്ച് ഏറ്റവും അതിപ്രധാനവും വിശുദ്ധവുമായ സ്ഥാനമാണ് ഈ ത്രോണോസ്, വിശേഷാൽ ഈ ഭാഗം. പുരാതന പള്ളികളിൽ ഏറ്റവും കിഴക്കേ ഭിത്തിയിൽ വട്ടത്തിലുള്ള ഒരു ഗ്ലാസ് ആയിരുന്നു സ്ഥാപിച്ചിരുന്നത്. എന്നാൽ ആധുനിക പള്ളികൾക്ക് രൂപകൽപ്പനയ്ക്ക് പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഈ പള്ളിയിൽ അത് കാണാനായിട്ട് സാധ്യമല്ല. എന്നാൽ പല പുരാതന പള്ളികളിലും ഇന്നും അപ്രകാരം വട്ടത്തിലുള്ളതായ പ്രകാശം പ്രവേശിക്കുന്നതായ ഒരു ഗ്ലാസ് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം 1-2 വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്. ഒന്ന്, അത് നീതിയിൻ സൂര്യനായ കർത്താവിനെ സൂചിപ്പിക്കുന്നു. കിഴക്കോട്ടുള്ള നമ്മുടെ ദർശനം ആ പ്രത്യാശയുടെ ചിഹ്നമാണ്. മാത്രമല്ല, നമ്മൾ ആ ഗ്ലാസ്സിൽ കൂടെ നോക്കുന്നതായ അവസരത്തിൽ വെളിയിൽ കാണുന്നതായ ആകാശം നമ്മളെ അടുത്ത് വരുംതോറും ആ ആകാശം അകന്നകന്ന് പോകുകയാണ്. അതായത് നിത്യതയെക്കുറിച്ചുള്ളതായ ഒരു ദർശനമാണ് പൂർവ്വപിതാക്കന്മാർ അപ്രകാരം ഒരു ഗ്ലാസ് സ്ഥാപിക്കുന്നതിൽ കൂടെ നൽകിയത്. പ്രായോഗികമായ അർത്ഥമെന്ന് പറയുന്നത് അന്നത്തെ മധുബഹാളെല്ലാം വളരെ ചെറിയ മധുബഹാളായിരുന്നു. ഇതുപോലെ വിശാലമായ മധുബഹാളല്ലായിരുന്നു. അതിന് പ്രധാനമായിട്ട് വളരെ ഇടുങ്ങിയായ വാതിൽ മാത്രമേ ഓരോ ഭാഗത്തും ഉണ്ടായിരുന്നുള്ളൂ. പ്രകാശം അതിൽ കൂടെ പ്രവേശിക്കാനായിട്ടൂടെ ആയിരിക്കാം പ്രായോഗികമായി അതിൻ്റെ അർത്ഥം അതവിടെ വെച്ചതിൻ്റെ താല്പര്യം. എന്നാൽ വ്യാഖ്യാനിക്കുന്നതായ അവസരത്തിൽ ഇപ്രകാരമുള്ളതായ വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്. അത് അർത്ഥവത്തെന്നും തോന്നുന്നു. ഈ എപ്പിസോഡ് പള്ളിയുടെ വിവിധ ഭാഗങ്ങൾ പൊതുവായി പറയാമെങ്കിൽ പള്ളിയുടെ ചിഹ്നശാസ്ത്രം, സെമിയോട്ടിക്സ് സംബന്ധിക്കുന്നതായിരുന്നു. ഇത് ശ്രവിച്ച, ഇത് കണ്ട എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്തൃനാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.